വീണ ജോർജിനെ പോലെ ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയില്ലാത്ത ഒരു മന്ത്രി വേറെ ഏതെങ്കിലും ഒരു വകുപ്പിലുണ്ടായിട്ടുണ്ടോ? കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആരോഗ്യവകുപ്പിൽ ഇതുപോലെ വേറൊരു മന്ത്രി ഉണ്ടായിട്ടുണ്ടോ? പക്ഷേ ഇപ്പോഴും എന്താ, ഒരു കുഴപ്പമില്ല, അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരാളിന് ഒരു റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് ടീച്ച് ചെയ്യാനെങ്കിലും പ്രതിപക്ഷത്തിന് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്? ഇതിനൊക്കെ ഉത്തരവാദിത്വം വേണ്ടേ? ഉത്തരവാദിത്വം എന്ന് പറയുമ്പോൾ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും ആരോഗ്യ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആൾക്കാരുടെയും കൂടെ ഇൻവോൾവ്മെൻറ്റ് അതിനകത്ത് ചോദ്യം ചെയ്യപ്പെടണം. ഞാൻ പറഞ്ഞു, ഇന്ന് നമ്മളിൽ പലരും അത് മറന്നില്ലേ? സത്യം പറഞ്ഞാൽ അന്ന് ഇത് വലിയ കത്തിച്ച വിഷയമാണ്. ആ പാവപ്പെട്ട സ്ത്രീയുടെ മൃതശരീരം അവരുടെ ചെറിയ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ലൈവ് ദൃശ്യങ്ങൾ കണ്ടതാണ് നമ്മൾ. അത് കണ്ട സമയത്ത് നമുക്കുണ്ടായിരുന്ന ഒരു ഹൃദയവേദനയാണ്. അവരെങ്ങനെ മരിക്കേണ്ടതായിരുന്നല്ലോ. നമ്മൾ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോവുക, അവരുടെ ജീവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പോവുക. ഇത് അവർ ആർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്? അവരുടെ മകൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ വെച്ച് അവരുടെ ജീവൻ ഒരു കാരണവശാലും നഷ്ടപ്പെടാൻ പാടില്ലാത്തടത്ത് അത് നഷ്ടപ്പെടുകയും ഒരുപക്ഷെ അവിടെ ആൾ ഒന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് ഈ പൊളിഞ്ഞു കിടക്കുന്നതിൻ്റെ അപ്പുറത്ത് നിന്നിട്ടാണ് ഇൻ്റർവ്യൂ. ഞാൻ പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ടും അതിനെ ഒരു വിഷയമായി കൊണ്ടുവരുന്നതിനും അതിൻ്റെ പേരിൽ ഒരു നടപടിയും ഉണ്ടാകാതിരിക്കുന്നതിനും പ്രതിപക്ഷത്തിന് ഉത്തരവാദിത്തമില്ല.